ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു പാവയ്ക്കുണ്ട്. ഇന്ന് തീയിൽ വെച്ചാലോ? ഇന്നത്തെ കറി ഇതായിക്കട്ടെ അല്ലേ? അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വായോ. കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി ഒരു അര കഷ്ണം കൂടി ഉണ്ട്. അത് കളയണ്ട, അതും കൂടെ കൂട്ടിയങ്ങ് എടുത്തേക്കാം. ഇനി ഇതൊന്ന് കഴുകിയെടുത്താണ് കേട്ടോ. അരിയണം. പാവയ്ക്കൊക്കെ അതെ നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഒരു മൺചട്ടി അടുപ്പ് വെച്ചു. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു 10-20 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 3 പച്ചമുളക് നെടുകെ പൊളന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് പുളിവെള്ളം, ഉപ്പ്, വറുത്തരയ്ക്കാനുള്ള തേങ്ങ, ഇതൊക്കെ തന്നെ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുത്തു. ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടാം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. പാവയ്ക്ക ഇങ്ങനെ വാടട്ടെ. ആ സമയത്ത് നമ്മുടെ തേങ്ങ വറുത്തെടുക്കണമല്ലോ. അതിന് വേണ്ടി നമുക്ക് തേങ്ങ അങ്ങ് വറുത്തേക്കാം. ഒരു അരമുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങയും വേണ്ട, ഒരു 1/4 സ്പൂൺ കുരുമുളകുമാണ്. ഒന്ന് മൂത്തതിന് ശേഷം തേങ്ങ ഒന്ന് ജലാംശം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇതിവിടെ ഇങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ പാവയ്ക്ക ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വാടട്ടെ. വാടിക്കഴിഞ്ഞിട്ട് പുളിവെള്ളവും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. തേങ്ങയൊക്കെ ഒന്ന് ചുമന്ന് വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ ഇരുന്ന് അങ്ങോട്ട് മൂത്തോട്ടെ. ആ സമയത്ത് നമ്മുടെ പാവയ്ക്ക ഒന്ന് ഇളക്കിയിടണം. ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്കായും ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് ഒന്നായിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. മൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. തേങ്ങയ്ക്കകത്ത് ഇടും, എന്നാലും ഇതിനകത്ത് പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും മൂടി വെച്ചേക്കാം. വെന്തോട്ടെ. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ ചട്ടിയിലിരുന്ന് അങ്ങ് ചൂടായാൽ മതിയേ. തേങ്ങ ഇത്രയും മൂത്തില്ലെങ്കിൽ നമുക്ക് കളറ് കിട്ടത്തില്ല കേട്ടോ. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടിയൊക്കെ ചേർത്തത്. ഇനി ഇതൊന്ന് തണുത്തോട്ടെ. ഓരോരുത്തരും ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ചിലവർ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുവേ. ഈ പാവയ്ക്ക വേകുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളിയൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ ഞാനിതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതില്ലാതെ തന്നെ ഒരു ടേസ്റ്റ് അതിനുണ്ട്. നമ്മുടെ പാവയ്ക്ക ഒന്ന് നോക്കണ്ടേ? ഇതാ നോക്കിയേ, പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം, ആവശ്യത്തിന് പുളി ഒഴിച്ചു. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം കേട്ടോ. ഇനി ഇതുമായിട്ടൊന്ന് റെഡിയായി ശരിയാവട്ടെ. ഒന്നും കൂടെ ഒന്ന് തിളച്ചോട്ടെ. പാവയ്ക്ക തീയിലൊന്ന് തുറന്ന് നോക്കാം. എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം.
കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണേ. എത്ര നീളം വേണം? ഒരുപാട് നീളമൊന്നും വേണ്ട കേട്ടോ. പാവയ്ക്ക തീയലാവുമ്പോൾ അതിൻ്റെ അനുസരിച്ച്. ഓക്കെ, ഇനി ടേസ്റ്റ് ഒന്ന് നോക്കണം. ഇച്ചിരി ഉപ്പ് വേണം, ഒരു ലേശം പുളിയും കൂടി ആവാം. ഒന്ന് തിളച്ചോട്ടെ. ഇതിലേക്ക് കണ്ടോ 1 സ്പൂൺ ശർക്കരപ്പാനിയാണേ, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 സ്പൂൺ മാത്രം ഒഴിക്കാവുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലൊന്നും ചെയ്യരുത്, ഇതിങ്ങനെ അവിടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പം കൂട്ടണം. ഒന്ന് തിളച്ചോട്ടെ. പാവയ്ക്ക തീയലൊക്കെ ഇന്ന് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കണം. കണ്ടോ, ഇനി ഇതിനകത്തൊന്നും ചേർക്കണ്ട, ചെയ്യുകയും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ നാട്ടിൽ ഓരോ രീതിയാണ്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ചേർക്കുന്നവരുണ്ട്, ഓരോ നാടിൻ്റെ അനുസരിച്ച്, രീതിക്കനുസരിച്ച്. ഞാനിവിടെ ഇതൊന്നും ചേർത്തിട്ടില്ല, നമ്മുടെ ആ ഒരു പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. ചോറുണ്ണാൻ ഇത് മാത്രം മതിയല്ലോ ഈ നോമ്പ് കാലത്തൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.